ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പപ്പടക്കറി തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് പപ്പടം എടുത്ത് മുറിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ പപ്പടക്കറിയാണ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് വാടി വരണം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതിനകത്തിലേക്ക് 2 മുളക്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതും കൂടെ ഒന്ന് വാടിയെടുക്കാം. നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, പിന്നെ നമ്മുടെ എരിക്കൊക്കെ ആവശ്യമായി കുരുമുളക് പൊടി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചപ്പ് മണം കളയണം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതുകൊണ്ട് നമ്മുടെ വെള്ളമെല്ലാം നല്ല പറ്റി നല്ല വെളിച്ചെണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തിലേക്ക് വറുത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതും കൂടി ചോറ് കഴിക്കാനും, ഇതും ചോറും ചമ്മന്തി ഒരു മുട്ട വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ കുശാലായിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.